ക്രിക്കറ്റ് ഇതിഹാസം വിരാട് കോഹ്ലിയും സ്മൃതി മന്ധാനയും ഉൾപ്പെടുന്ന ഇന്ത്യൻ പ്രീമിയർ ലീഗ് ഫ്രാഞ്ചൈസിയായ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിന് ഇനി പുതിയ ഉടമകളെത്തും. RCBയുടെ ഓഹരി വിറ്റഴിയാനുള്ള നടപടികളുടെ അടുത്ത ഘട്ടത്തിലേക്ക് നിലവിലെ ഉടമകളായ ബ്രിട്ടീഷ് മദ്യ കമ്പനിയുടെ കീഴിലെ ഇന്ത്യ വിഭാഗമായ യുണൈറ്റഡ് സ്പിരിറ്റ്സ് കടന്നു. റോയൽ ചലഞ്ചേഴ്സ് സ്പോർട്സ് പ്രൈവറ്റ് ലിമിറ്റഡിന് കീഴിലാണ് IPLൽ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു പുരുഷ ടീമും വനിതാ പ്രീമിയർ ലീഗിൽ സ്മൃതി മന്ധാനയുടെ ടീമും മത്സരിക്കുന്നത്. ഇതിനകം 9-10 പേർ RCBയുടെ ഓഹരികൾ സ്വന്തമാക്കാൻ താൽപര്യപത്രം സമർപ്പിച്ചുവെന്നാണ് വിവരം. സെറം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ CEO അദാർ പുനാവാല, മണിപ്പാൽ ഗ്രൂപ്പ് ചെയർമാൻ ഡോക്ടർ രഞ്ജൻ പായ്, സ്വീഡിഷ് പ്രൈവറ്റ് ഇക്വിറ്റി സ്ഥാപകനും ഇക്വിറ്റി മാഞ്ചസ്റ്റർ യുണൈറ്റഡ് സഹ ഉടമ അവ്രാം ഗ്ലേസറിന്റെ ലാൻസർ ക്യാപിറ്റൽ തുടങ്ങിയവരും RCB ഓഹരി വിൽപ്പനയുടെ രണ്ടാം ഘട്ട നടപടികളിലേക്ക് കടന്നുവെന്നും റിപ്പോർട്ടുകളുണ്ട്. ബംഗളൂരു ആസ്ഥാനമായ നിക്ഷേപക സ്ഥാപനം പ്രേംജി ഇൻവെസ്റ്റ് US സ്വകാര്യ ഇക്വിറ്റി കമ്പനിയായ ബ്ലാക്ക്സ്റ്റോൺ, ടൈംസ് ഓഫ് ഇന്ത്യയിലെ ഉന്നതർ നയിക്കുന്ന കൺസോർഷ്യം, US സംരംഭകരായ കൽ സോമാനി, സഞ്ജയ് ഗോവിൽ എന്നിവരുടെ കൺസോർഷ്യം തുടങ്ങിയവയും രണ്ടാം ഘട്ടത്തിലുണ്ട്. ഫ്രാഞ്ചൈസിയുടെ 100% ഓഹരികളും വിറ്റഴിയാനാണ് നിലവിലെ ഉടമകളുടെ നീക്കം. $2 ബില്യൺ ഏകദേശം 18,100 കോടി രൂപയാണ് മൂല്യം പ്രതീക്ഷിക്കുന്നത്. അന്തിമ വിൽപ്പന മൂല്യത്തിൽ മാറ്റമുണ്ടായേക്കാം. IPLലെ മറ്റ് പ്രമുഖ ഫ്രാഞ്ചൈസികളായ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ്, രാജസ്ഥാൻ റോയൽസ് എന്നിവയും ഓഹരി വിൽപ്പന ഉദ്ദേശിക്കുന്നുണ്ട്. 2005 ഒരു റിപ്പോർട്ട് പ്രകാരം IPLന്റെ മൊത്തം ബിസിനസ് മൂല്യം 2023 $15.4 ബില്യൺ നിന്ന് 18.5 ബില്യണിലേക്ക് വർദ്ധിച്ചിരുന്നു. ബ്രാൻഡ് മൂല്യം 3.2 ബില്യണിൽ നിന്നുയർന്ന 3.9 ബില്യണിലും എത്തി. ബ്രാൻഡ് മൂല്യത്തിൽ ഒന്നാമത് നിലവിലെ ചാമ്പ്യന്മാരായ RCB തന്നെ, $269 മില്യൺ. 242 മില്യണുമായി മുംബൈ ഇന്ത്യൻസ് ആണ് രണ്ടാമത്. വ്യവസായി വിജയ് മല്യയുടെ യുണൈറ്റഡ് ബ്രൂവറീസ് ആയിരുന്നു RCBയുടെ ആദ്യ ഉടമസ്ഥർ. യുണൈറ്റഡ് ബ്രൂവറീസിന്റെ ഉപസ്ഥാപനമായിരുന്ന യുണൈറ്റഡ് സ്പിരിറ്റ്സ് ആയിരുന്നു RCB പ്രൊമോട്ടർമാർ. 2012 USLന്റെ മുഖ്യ ഓഹരി പങ്കാളിത്തം ബ്രിട്ടീഷ് മദ്യ കമ്പനിയായ ഡിയാജിയോ ഏറ്റെടുത്തത്. പിന്നീട് വായ്പാ തട്ടിപ്പ് കേസ് ഉയർന്നതിന് പിന്നാലെ മല്യ ഇന്ത്യയിൽ നിന്ന് ലണ്ടനിലേക്ക് മുങ്ങി. ഇതോടെ 2016 USLന്റെ മുഴുവൻ ഓഹരികളും ഡിയാജിയോ വാങ്ങുകയായിരുന്നു. സ്പോർട്സ് ഡെസ്ക്, കേരള പ്രണാമം.